പൊതുഖജനാവിൽ നിന്നും പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുവികസനമോ മറ്റോ നടത്താൻ കരാറ് കൊടുക്കുന്ന സമയത്ത് സർവ്വസന്നാഹവും ഉള്ള ഒരു കോൺട്രാക്റ്റുകാരന് മാത്രമേ ആ വർക്ക് നൽകാവൂ. പാവപ്പെട്ട ജനങ്ങളുടെ ഇത്തരത്തിലുള്ള നികുതി പണം കൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുവായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലും ദയവായിട്ട് ഒരിക്കലും ഒരു സബ് കോൺട്രാക്ടറെ വെച്ചുകൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന ഒരു വർക്കിനും പൊതുജനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കരുത്. വർക്ക് മെയിനായിട്ട് ആരാണോ പിടിക്കുന്നത് അവർ തന്നെ A to Z അതിൻ്റെ പണി ഫിനിഷാക്കുക തന്നെ വേണം. അല്ലാത്ത സമയത്ത് വലിയൊരു എമൗണ്ട് അവർ മാറ്റിവെക്കുകയും ചെറിയൊരു എമൗണ്ട് കൊണ്ട് ആ പണി തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും ആ പണി വളരെ മനോഹരമായി വളരെ കെട്ടുറപ്പോട് കൂടെ അത് തീർക്കുവാനുള്ള അത്രയും കാശാണ് ഈ കോൺട്രാക്ടർക്ക് കൊടുക്കുന്നത്. അതിന് എക്സ്ട്രാ കാശാണ് കൊടുക്കുന്നത്. അതിൽ നിന്ന് കുറേ അഴിമതിയും കൈക്കൂലിയും മറ്റും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു സംഖ്യ അടിച്ചു മാറ്റിക്കൊണ്ട് വീണ്ടും ചെറിയ തുച്ഛമായ ഒരു കാശിന് വേണ്ടി സബ് കോൺട്രാക്ടേഴ്സ് അത് മാറ്റിയെടുക്കുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് ആ വർക്കിലുള്ള ഔട്ട് വളരെ മോശമായിരിക്കും. വളരെ അവർക്ക് കിട്ടുന്ന ആ കാശനുസരിച്ച് വർക്ക് അവർക്ക് തീർക്കുവാൻ കഴിയുള്ളൂ. അത് പൊതുജനങ്ങൾ എന്തിനു സഹിക്കണം? നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടല്ലേ ഈ വർക്ക് കോൺട്രാക്ട് കൊടുക്കുന്നത്. അവൻ എന്തിനാണ് അത് സബ് കോൺട്രാക്ട് കൊടുക്കുന്നത്? ഒരു കാരണവശാലും സബ് കോൺട്രാക്ടേഴ്സിനെ ഇത്തരത്തിലുള്ള റോഡ്, പാലം, ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള ഒരു പരിപാടിയിലും ജനങ്ങൾ സമ്മതിക്കരുത്. മെയിൻ കോൺട്രാക്റ്റുകാരന് അതിന് കഴിയില്ല, അവൻ പോട്ടെ. ഈ സബ് കോൺട്രാക്ടർക്ക് കഴിയുമല്ലോ. എല്ലാ സാമഗ്രികളുമുള്ള സബ് കോൺട്രാക്ടേഴ്സ് ആ വർക്ക് പിടിക്കണമെങ്കിൽ അവർക്ക് കഴിയും. അവർ പിടിച്ച് അവർ ചെയ്യട്ടെ. പിന്നെ ഇടനിലക്കാരായിക്കൊണ്ട് ഈ മന്ത്രിതലത്തിലുള്ള ആളുകളെയും അതുപോലുള്ള വലിയ വലിയ ആളുകളുടെ ആളായിക്കൊണ്ട് എന്തിനും ഈ വർക്ക് പിടിക്കാൻ നിൽക്കുന്ന അവർക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവർ വിട്ടേച്ച് പോട്ടെ. കഴിയുന്നവർ ആ വർക്ക് തീർക്കട്ടെ. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ പൊതുജനങ്ങളുടെ കാശ് കുത്തിയൊഴുകി തോട്ടിലൂടെ ഒഴുകി പോകാതിരിക്കുകയുള്ളൂ. പൊതുജനങ്ങൾ ഒന്നിച്ച് നിന്നാൽ, പൊതുജനങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാൽ എന്താ നടക്കാത്തത്? ഒരു കാരണവശാലും സബ് കോൺട്രാക്ടേഴ്സിനെ ഇത്തരത്തിലുള്ള ഒരു വർക്കിലും ഒരു കാരണവശാലും ചെയ്യാൻ സമ്മതിക്കുകയേ ചെയ്യരുത്. അവർ ചെയ്യട്ടെ, അവർക്കും ജീവിക്കണം, സബ് കോൺട്രാക്ടേഴ്സിനും ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. അവർ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ആളുകളുടെ വർക്ക് എടുക്കട്ടെ, അവർ അത് ചെയ്യട്ടെ. പൊതുവായിട്ടുള്ള പൊതുഖജനാവിൽ നിന്നും ഇത്തരത്തിൽ നിന്നും ലക്ഷോപലക്ഷങ്ങൾ അടിച്ച് കോടാനുകോടികൾ അടിച്ചു മാറ്റിക്കൊണ്ട് തുച്ഛമായ വളരെ മോശം ഇപ്പോൾ നമ്മുടെ ഹൈവേ എന്താ അവസ്ഥ? എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാശികുശിയായി കിടക്കുക, എല്ലാം നാശമായിട്ട് കിടക്കുകയാണ്. ഒരിക്കലും അതിനൊരു കെട്ടുറപ്പുമില്ല, അത് പൊളിഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ യാത്ര ഇനി ദുരിതപൂർണ്ണമായിരിക്കും. ഒരു വശം പൊളിയുമ്പോൾ മറുവശം നന്നാക്കും, മറുവശം നന്നാക്കുമ്പോൾ ഇരുവശം പൊളിയും. അങ്ങനെ പൊളിഞ്ഞും കെട്ടിയും കെട്ടിയും പൊളിഞ്ഞും ഇങ്ങനെ ദുരിതപൂർണ്ണമായ യാത്രയായിരിക്കും ഇനി മലയാളികൾ അനുഭവിക്കാൻ പോകുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്തിനു വേണ്ടിയാണ് ഇത്ര യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ വർക്ക് അങ്ങനെ കൊണ്ടുപോകുന്നത്? അത് എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ പിറകിലും ഒരുപാട് കളികൾ നടക്കുന്നുണ്ട്. ഒരുപാട് കളികൾ എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയപരമായിട്ടും അതുപോലുള്ള സാമ്പത്തികപരമായിട്ടും പല കാര്യങ്ങൾ. ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി റിയാസിൻ്റെ ഒരു വളരെ മോശം ഒരു പരാമർശം നമ്മൾ കേൾക്കുവാനിടയായി. വളരെ മോശമാണ്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ടല്ല, അദ്ദേഹം ആ പരാമർശം, അതായത് ഒറ്റമഴക്ക് കുത്തിയൊലിച്ച് പൊട്ടിപ്പൊളിഞ്ഞെല്ലാം കൂടി ഒഴുകിപ്പോയ റോഡിനെ പറ്റി ഒരു അന്വേഷണത്തിന് വേണ്ടി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് മിസ്റ്റർ വേണുഗോപാലിനെ അധികാരപ്പെടുത്തി. അദ്ദേഹത്തിനെ ഈ റോഡിൻ്റെ കാലൻ എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ച മിസ്റ്റർ റിയാസ് വളരെ മോശമായിക്കൊണ്ട് ഈ നാഷണൽ ഹൈവേയുടെ കാലൻ എന്ന് വിശേഷിപ്പിച്ചത് വളരെ മോശമായി പോയി. താങ്കളോടുള്ള എല്ലാവിധ മതിപ്പും പൊതുജനങ്ങൾക്കില്ലാതായിപ്പോയി. രാഷ്ട്രീയം വേറെ, ഇത് വേറെ. ഇത് പൊതുജനങ്ങളുടെ കാശാണ് പോകുന്നത്, അവകാശപ്പെട്ടതാണ്. ജനങ്ങളുടെ കാശാണ് ഈ പോകുന്നത്, കുത്തിയൊഴുകി പോകുന്നത്. അന്വേഷണം വരട്ടെ. ആരാണ് ഇവിടെ കളിച്ചത്? എന്തുകൊണ്ട് എത്ര എമൗണ്ട് ഈ റോഡിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്? എത്ര എമൗണ്ടിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്? ഇതെല്ലാം മനസ്സിലാക്കണ്ടേ? പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണ്ടേ?